അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. ഖുലിഖൽ ഇൻസാനു ദഈഫ, ഞാൻ മനുഷ്യരെ ബലഹീനമായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടത്. ബലഹീനമെന്ന് പറഞ്ഞാൽ കഴിവില്ലാത്തവരുണ്ടാകാം, അതുപോലെ തന്നെ ശരീരങ്ങളുടെ അവയവങ്ങൾക്ക് ബലഹീനതയുള്ളവരുണ്ടാകാം, തെറ്റുകുറ്റങ്ങൾ സംഭവിക്കുന്നവരായിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് പാകപ്പിഴവുകൾ സംഭവിക്കുന്നവരുമായിരിക്കാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചത് ബലഹീനമായിട്ടാണ് ഞാൻ മനുഷ്യരെ സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. ഈ ആയത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഞാൻ മനുഷ്യരായതുകൊണ്ട് നമ്മിൽ നിന്ന് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവാം. എന്നാൽ ഈ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് റബ്ബിനോട് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങി അവൻ്റെ മഗ്ഫിറത്തും നരകമോചനവും പാപമോചനമൊക്കെ തേടൽ മുഅ്മിനുകളായ മുസ്ലിമുകളായ നമുക്കെല്ലാവർക്കും അനിവാര്യമായ നിർബന്ധമായ ഒരു കാര്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുകയാണ്, തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, നിങ്ങൾ അള്ളാഹുവിലേക്ക് നല്ല തൗബ ചെയ്യുക. നല്ല തൗബ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളെല്ലാം റബ്ബിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് കണ്ണുനീരൊഴുക്കിക്കൊണ്ട് റബ്ബിലേക്ക് തൗബ ചെയ്യുക. ആ തൗബ ചെയ്തതിന് ശേഷം നമ്മൾ ഒരിക്കലും തെറ്റിലേക്ക് വീണ്ടും സഞ്ചരിക്കാൻ പാടില്ല. അങ്ങനെയുള്ള ഒരു തൗബയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് കൽപ്പിച്ചത്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ ചെയ്ത ഒരു മനുഷ്യൻ, അവൻ മുഅ്മിനാവട്ടെ മുസ്ലിമാവട്ടെ, ആണോ പെണ്ണോ ചെറുതോ വലുതോ ആരോ ആവട്ടെ, ആ മനുഷ്യൻ റബ്ബിലേക്ക് തൗബ ചെയ്ത് ഖേദിച്ചു മടങ്ങുമ്പോൾ റബ്ബിനുണ്ടാകുന്ന സന്തോഷം എത്രയാണെന്ന് പണ്ഡിതന്മാർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത് കാണാം. ഒരു ചരിത്രത്തിലൂടെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒട്ടകത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കുതിരയുടെ പുറത്ത് ആ മനുഷ്യന് വേണ്ട ഭക്ഷണമുണ്ട്, വെള്ളമുണ്ട്, വസ്ത്രമുണ്ട്, എല്ലാ കാര്യങ്ങളും ഈ മനുഷ്യന് വേണ്ട സാധനങ്ങളെല്ലാം ആ ഒട്ടകത്തിൻ്റെ പുറത്താണ്. അങ്ങനെ യാത്ര ചെയ്ത് ക്ഷീണിച്ചപ്പോൾ ആ മനുഷ്യൻ ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാനിരുന്നു. അങ്ങനെ വിശ്രമിക്കുന്നതിനിടയിൽ ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ നിന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു, എണീറ്റ് നോക്കുമ്പോൾ തൻ്റെ സാധനങ്ങളെല്ലാം ഉൾക്കൊള്ളിക്കുന്ന ആ വാഹനത്തെ, ആ കുതിരയെ അല്ലെങ്കിൽ ഒട്ടകത്തെ കാണാനില്ല. അങ്ങനെ ഒരുപാട് തെരഞ്ഞു നോക്കി, 4 ഭാഗം ഒരുപാട് തെരഞ്ഞു, കണ്ടു കിട്ടിയില്ല. അദ്ദേഹം ക്ഷീണിച്ച് അവശനായി വീണ്ടും ഉറക്കത്തിലേക്ക് വഴുതിപ്പോയി. അങ്ങനെ ഉറങ്ങിക്കഴിഞ്ഞ് 2ാം പ്രാവശ്യം ഉറങ്ങിക്കഴിഞ്ഞ് പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കുമ്പോൾ തന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ ആ വാഹനം അല്ലെങ്കിൽ ആ കുതിര തൻ്റെ ഭാണ്ഡവുമായിട്ട് തനിക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളുമായിട്ട് തൻ്റെ മുമ്പിൽ അങ്ങനത്തെ ഉണ്ട് വന്നു നിൽക്കുന്നു. ഈ മനുഷ്യൻ പെട്ടെന്ന് എന്ത് ചെയ്തു, ഇതിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ എൻ്റെ റബ്ബുമാണ്, അതുകൊണ്ട് നിനക്ക് സ്തുതി എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ്, റബ്ബാണ് നമ്മുടെ യജമാനൻ, അവനാണ് ലോകം ഭരിക്കുന്നവൻ, അവനാണ് നമുക്ക് ഭക്ഷണവും എല്ലാം തരുന്നവൻ, അവനാണ്. നമ്മൾ എല്ലാം അവൻ്റെ ഒരു ചെറിയ അടിമകൾ മാത്രമാണ്. പക്ഷേ ഈ മനുഷ്യൻ നേരെ തിരിച്ചു പറഞ്ഞു, അല്ലാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിൻ്റെ യജമാനനുമാണെന്ന് പറഞ്ഞു. അത് ഈ കുതിരയെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ വസ്തുവിനെ തിരിച്ചു കിട്ടിയപ്പോഴുള്ള സന്തോഷത്തിൽ പെട്ടെന്ന് പറഞ്ഞു പോയതാണ്. ഇങ്ങനെയാണ് ഒരു മനുഷ്യൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത് റബ്ബിലേക്ക് തെറ്റുകുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഖേദിച്ച് മടങ്ങി തൗബ ചെയ്ത് മടങ്ങുമ്പോൾ റബ്ബിനുണ്ടാകുന്ന സന്തോഷം ഇത്രയും വലുതാണ്. അതുകൊണ്ട് നമ്മുടെ നിത്യജീവിതത്തിൽ വന്നു പോകുന്ന ഓരോ തെറ്റുകുറ്റങ്ങളും അള്ളാഹുവിലേക്ക് ഏറ്റുപറഞ്ഞുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങുകയാണെങ്കിൽ അല്ലാഹു തആലക്ക് ഏറ്റവും നമ്മൾ ഇഷ്ടപ്പെട്ടവരായി മാറും. ഈ വിശുദ്ധമാകുന്ന റമദാൻ ഷരീഫിൻ്റെ 2ാമത്തെ 10ൻ്റെ ലാസ്റ്റ് ദിവസം നമ്മൾ നിലനിൽക്കുമ്പോൾ ഇനി നമ്മളിലേക്ക് അടുത്തതായി വരാൻ പോകുന്നത് അത്ഖു മിനന്നാർ, നരകമോചനമാണ്. ഈ നരകമോചനം നമുക്ക് ലഭിക്കണമെങ്കിൽ മഗ്ഫിറത്ത് നമുക്ക് പരിപൂർണമായിട്ടും നമുക്ക് കിട്ടുക തന്നെ വേണം. എന്നാലാണ് റബ്ബിൻ്റെ അടുത്ത ഘട്ടമായ
തുക്കുമിനാർ നരകമോചനം എന്ന പദവിയിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. അതുകൊണ്ട് ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഓരോ സൽക്രമങ്ങളും സ്വതക്കകളും മറ്റുള്ള നോമ്പ് തുറപ്പിച്ചുമൊക്കെ നമ്മൾ റബ്ബിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് അറിഞ്ഞും അറിയാതെയുമായി വന്നുപോയ എല്ലാ പാപങ്ങളും നമുക്ക് മാപ്പ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയുള്ള ഓരോ ദിവസങ്ങളിലും അവൻ്റെ ദീനിന് വേണ്ടി അവനിക്ക് വേണ്ടി വഴിപ്പെട്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങൾ തൊട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മോട് ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. റമദാനു ഷരീഫ് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ മുഅ്മിനീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.